ഹായ് ഓൾ. കേരള യൂണിവേഴ്സിറ്റി FIUGP സെമസ്റ്റർ തേർഡിലെ DSc പേപ്പറായിട്ടുള്ള ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ് എന്ന് പറയുന്ന പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ കഴിഞ്ഞ 2 സെമസ്റ്ററിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങൾ ഈ ഒരു സെമസ്റ്ററിൽ വരുന്നുണ്ട്. S1-ലാണെങ്കിലും S2-ലാണെങ്കിലും നമുക്ക് മൊഡ്യൂൾ 5 പഠിക്കണം. പക്ഷേ നമുക്കത് എക്സാമിന് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. യൂണിവേഴ്സിറ്റി എക്സാമിന് അതിൽ നിന്നും ചോദ്യങ്ങളൊന്നും തന്നെ ഇതുവരെ മൊഡ്യൂൾ 5-ൽ ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ സെമസ്റ്റർ മുതൽ വ്യത്യാസമുണ്ട്. മൊഡ്യൂൾ 5-ൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. ഇത് സിലബസ് ആണ്. സോ എല്ലാവരും ആദ്യം സിലബസ് എടുത്തിട്ട് വേണം നോക്കാൻ. പിന്നൊരു വ്യത്യാസം എന്ന് പറയുന്നത് കഴിഞ്ഞ സെം വരെ നമുക്ക് എല്ലാ മൊഡ്യൂളിൽ നിന്നും essay ക്വസ്റ്റ്യൻസ് ചോദിക്കുമായിരുന്നു. ലോങ് essay ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ചോദിക്കുമായിരുന്നു. പക്ഷേ ഈ സെമസ്റ്റർ മുതൽ വ്യത്യാസമുണ്ട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ആൾ കാറ്റഗറീസ് ഓഫ് ക്വസ്റ്റ്യൻസ് എക്സെപ്റ്റ് essay questions shall be asked from all units. essay questions only from the units specified in the syllabus. സോ essay questions നമുക്ക് വലുതായിട്ട് തന്നെ essay എഴുതാൻ കണക്കിന് പഠിക്കേണ്ടത് ഏതൊക്കെ യൂണിറ്റാണെന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ സിലബസിനകത്ത് പറയുന്നുണ്ട്. സോ നമ്മൾ ഈ മൊഡ്യൂൾ നോക്കിക്കഴിഞ്ഞാൽ ആ മൊഡ്യൂളിനെ തന്നെ 3 യൂണിറ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. കൃത്യമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട് essay questions from unit 2 and 3. സോ നമ്മൾ ആദ്യത്തെ യൂണിറ്റ് പഠിക്കുമ്പോഴത്തേക്കും ഒരുപാട് വലിയൊരു essay എഴുതാനുള്ള കണക്കിന് നമ്മൾ അത്രയും ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ട. 1 വേർഡും 2 മാർക്ക് ക്വസ്റ്റ്യൻസും ചെറിയ essayയും ഒക്കെ ആയിരിക്കും അതിൽ നിന്ന് ചോദിക്കുക. ലോങ് essay ചോദിക്കുന്നത് 2-ാമത്തെയും 3-ാമത്തെയും മൊഡ്യൂളിൽ നിന്നാണ്. സോ ആ ഒരു 2 മൊഡ്യൂളും നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. സോ അങ്ങനെ തന്നെയാണ് ബാക്കിയുള്ള യൂണിറ്റിനകത്തും കൃത്യമായിട്ട് ഏത് നമ്മുടെ യൂണിറ്റിൽ നിന്നുമാണ് essay ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, അങ്ങനെ എല്ലാ യൂണിറ്റിലും പറയുന്നുണ്ട് ഏത് യൂണിറ്റിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതെല്ലാം. ഓൾസോ നമ്മുടെ 5th മൊഡ്യൂളും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. അതിൻ്റെ ഉള്ളിലും കണ്ടോ essay ക്വസ്റ്റ്യൻസ് അവിടെ പറയുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ DSc പേപ്പേഴ്സ് പഠിച്ചു തുടങ്ങാനായിട്ട്. ഈസിയാണ്, കുറച്ചൊരു ട്രൈ പേപ്പർ പോലെ തോന്നുമെങ്കിലും ഹിസ്റ്ററി പാർട്ട് വരുന്നത് ആ ഒരു ഭാഗം മാത്രമാണ് ട്രൈ പേപ്പറായിട്ട് തോന്നുക. അല്ലാണ്ട് നല്ലപോലെ പഠിക്കാൻ പറ്റുന്നൊരു പേപ്പറാണ്. സോ നമുക്ക് മൊഡ്യൂൾ 1 ആദ്യം നോക്കാം. ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ആംഗ്ലോ സാക്സൺസ് ടു ദ പ്യൂരിറ്റൻസ്, മൊഡ്യൂൾ 1 ദി ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്. സോ മൊഡ്യൂൾ 1-നൊരു നെയിം ഉണ്ട്, ദ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് എന്നാണ്. സോ യൂണിറ്റ് 1 ഈസ് ടൈറ്റിൽഡ് ദി ഒറിജിൻസ് ഓഫ് ദി ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. സോ നമുക്ക് ആദ്യം എന്താണ് ഈ ബ്രിട്ടൻ അല്ലെങ്കിൽ നമ്മളിപ്പോൾ അറിയുന്ന ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ഭാഷയുടെ ഒരു ചരിത്രം, എവിടെ നിന്നുമാണ് ഇതിൻ്റെ ഒരു ലിറ്ററേച്ചറിൻ്റെ ഉത്ഭവം, സാഹിത്യത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നുമാണ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് സ്റ്റാർട്ടഡ് വിത്ത് അനോണിമസ് റൈറ്റേഴ്സ് ഫ്രം എ പേഗൻ പാസ്റ്റ്. സോ അനോണിമസ് ആയിട്ട് നമുക്ക് അൺനോൺ ആയിട്ടുള്ള ഒരു പേഗൻ പാസ്റ്റിൽ നിന്നുമാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൻ്റെ സ്റ്റാർട്ട് എന്ന് പറയുന്നത്. സോ ഇനി പേഗൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റിലീജിയൻ അല്ലെങ്കിൽ മോർ ഓഫ് എ റിലീജിയൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നൊരു റിലീജിയനാണ് ബ്രിട്ടനിൽ ഇപ്പോൾ മെയിനായിട്ട് ഫോളോ ചെയ്ത് വരുന്നത്. സോ ഈ ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്ന ഒരു റിലീജിയൻ അവിടെ എത്തുന്നതിന് മുന്നേ അവിടെ താമസിച്ചിരുന്ന ആൾക്കാർ ഒരു ബിലീവ് ചെയ്തിരുന്ന ഒരു റിലീജിയൻ അല്ലെങ്കിൽ വർഷിപ്പ് ചെയ്തിരുന്ന ഒരു രീതിയാണ് നമ്മൾ പേഗൻ അല്ലെങ്കിൽ പേഗണിസം എന്ന് പറയുന്നത്. ഇവർ ഒരു റിലീജിയൻ ആയിട്ടല്ല അല്ലെങ്കിൽ ഒരു ദൈവത്തെ അല്ല ഇവർ പ്രാർത്ഥിച്ചിരുന്നത്. ഒരു പോളിതെയിസം എന്ന് പറയുന്ന ഒരുപാട് ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നു. അത് മിക്കതും പ്രകൃതിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ദൈവങ്ങളായിരുന്നു. ഒരു പ്രകൃതിയിൽ കാണപ്പെടുന്ന മരമാവട്ടെ, പുഴയാവട്ടെ, മരണമാവട്ടെ, അങ്ങനെയെല്ലാം സ്പിരിച്വൽ മീനിങ്സ് കൊടുത്തിട്ട് പ്രാർത്ഥിച്ചിരുന്ന ഒരു കൂട്ടം ആൾക്കാരായിരുന്നു പേഗൺസ് എന്ന് പറയുന്നത്. സോ അതാണ് പേഗണിസം എന്ന് പറയുന്നത്. അതൊരു വളരെ ഓൾഡസ്റ്റ് ആയിട്ടുള്ളൊരു റിലീജിയസ് കൾട്ടായിട്ട് നമുക്ക് പറയാൻ പറ്റും. സോ ആ ഒരു രീതിയിൽ നിന്നുമാണ് ഒരു ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഒരു രീതിയിൽ ബ്രിട്ടൻ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ലിറ്ററേച്ചറെ നമുക്ക് കാണാൻ പറ്റുന്നത്. ദി ആംഗ്ലോ സാക്സൺ പീരീഡ് ഈസ് സീൻ ആസ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ദ ബ്രിട്ടീഷ് ലിറ്റററി ഹിസ്റ്ററി. സോ അതിൽ നിന്നും ബ്രിട്ടീഷ് ലിറ്റററി ഹിസ്റ്ററി അല്ലെങ്കിൽ ഒരു ബ്രിട്ടൻ ഹിസ്റ്ററി എന്ന് പറയുന്നൊരു പോയിന്റ് ആംഗ്ലോ സാക്സൺ പീരീഡ് എന്ന് പറയുന്നൊരു പീരീഡിൽ നിന്നുമാണ് ഉണ്ടായി വരുന്നത്. സോ ഇനി അതൊക്കെ എന്താ നോക്കാം. ഇംഗ്ലണ്ട്സ് ഹിസ്റ്ററി ആസ് എ നേഷൻ ബിഗിൻസ് അറൌണ്ട് 300 BC വിത്ത് ദി കെൽറ്റിക് മൈഗ്രേഷൻ. സോ കെൽറ്റ്സ് എന്ന് പറയുന്ന ഒരു ട്രൈബ് ഗ്രൂപ്പാണ്. ഇവർ ഇംഗ്ലണ്ടിൽ എത്തുന്നതോടുകൂടിയാണ് ഇംഗ്ലണ്ടിൻ്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറയാൻ തുടങ്ങുന്നത്. ഒരു ചരിത്രം പറയുന്നത് 300 BC ബിഫോർ ക്രൈസ്റ്റ് 300-ലാണ് ഈ ഒരു ചരിത്രം തുടങ്ങുന്നത്. കെൽറ്റിക് എന്ന് പറയുന്ന ഒരു ട്രൈബൽ ഗ്രൂപ്പ് അവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് എത്തുന്നതോടുകൂടി, മൈഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് അവർ എത്തിപ്പെടുന്നതോടുകൂടിയാണ് ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ടാവുന്നത്. ദി കെൽറ്റിക് ട്രൈബ്സ് ലേറ്റർ ബിക്കേം നോൺ ആസ് ദി ബ്രൈത്തൻസ് വിച്ച് ഈസ് വെയർ ദി നെയിം ബ്രിട്ടൻസ് കെയിം ഫ്രം. സോ കെൽറ്റിക് ട്രൈബ് അവിടെ പോയി താമസമാകുവാണ്. അവരെ പിന്നീട് ബ്രൈത്തൻസ് എന്നാണ് പറഞ്ഞു വന്നത്. അതിൽ നിന്നുമാണ് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ബ്രിട്ടൻ എന്ന് പറയുന്ന നെയിം വരുന്നത്. ബ്രൈത്തൻസ് എന്ന് പറയുന്ന ഈ ഒരു വേർഡിൽ നിന്നുമാണ്. സോ അതൊന്ന് ഓർത്ത് വയ്ക്കുക. ബ്രൈത്തൻസ് എന്ന വേർഡിൽ നിന്നുമാണ് ബ്രിട്ടൻ വരുന്നത്. 300 BC കെൽറ്റിക്
ട്രൈബ് അവിടെ പോയി മൈഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററി സ്റ്റാർട്ടാവുന്നത്. അടുത്ത ഇമ്പോർട്ടൻറ്റ് ഇൻസിഡൻ്റ് എന്ന് പറയുന്നത് ദി റോമൻ ഇൻവേഷൻ. അത് ഏതു മുതൽ ഏതുവരെ ചോദിച്ചു കഴിഞ്ഞാൽ 43 AD മുതൽ ഇറ്റ് കണ്ടിന്യൂ ടിൽ ദി 410 AD. Before the Romans, Britain was inhabited by Celtic tribes such as the Britons. So Britons എന്ന് പറയുന്നതും ബ്രൈത്തോൺസ് എന്ന് പറയുന്നതും കെൽറ്റിക് ട്രൈബുകൾ തന്നെയാണ്. കെൽറ്റിക് ട്രൈബ് അവിടെ ഉണ്ടായിരുന്നു റോമൻസ് അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ. They lived in small kingdoms and were skilled in farming and metal work. So ഈ ബ്രിട്ടോൺസ് എന്ന് പറയുന്ന ആൾക്കാർ വളരെ ചെറിയൊരു രാജ്യമായിട്ടാണ് അവർ താമസിച്ചിരുന്നത്. മെറ്റൽ വർക്കും ഫാർമിങ്ങും ആയിരുന്നു അവരുടെ ജോലി. അവർ കർഷകരും ആയിരുന്നു. അതുപോലെ തന്നെ മെറ്റൽസ് വെച്ചിട്ട് പണി ചെയ്യുന്ന ഉലയൊക്കെ ഉണ്ടായിട്ട് വെപ്പൻസ് ഉണ്ടാക്കുന്ന ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുമായിരുന്നു. സോ അങ്ങനെ ഇരിക്കെ ഈ പറയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ എംപയേഴ്സ് വലുതാക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം. അവരുടെ സാമ്രാജ്യം എപ്പോഴും വലുതാക്കിക്കൊണ്ടേയിരിക്കണം. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് റോമാക്കാർ അവിടേക്ക് എത്തുന്നത്. അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ജൂലിയസ് സീസറാണ്. ഹി അറ്റംപ്റ്റഡ് ടു ഇൻവേഡ് ബ്രിട്ടൻ ഇൻ 55 and 54 BC ബട്ട് ഫെയിൽഡ് ടു കോൺക്വർ ഇറ്റ്. സോ 54-ാം നൂറ്റാണ്ടിലും 55-ാം നൂറ്റാണ്ടിലും ഒക്കെ ജൂലിയസ് സീസർ അവിടെ പോകുന്നുണ്ട്. പക്ഷേ ഇൻവേഡിനകത്ത് കയറി കോൺക്വർ ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ചെടുക്കാൻ പറ്റുന്നില്ല. In 43 AD, Emperor Claudius launched a successful Roman invasion. The Romans brought roads, towns, baths and Roman laws. So, പക്ഷേ 43-ാമത്തെ AD ആയപ്പോഴത്തേക്കും ഇനി ഈ ADയുടെയും BCയുടെയും കണക്ക് പറയുന്നത് BC തീർന്നതിന് ശേഷമാണ് AD തുടങ്ങുന്നത്. സോ അങ്ങനെ ജൂലിയസ് സീസർ വന്ന് എന്തൊക്കെ ടെക്നിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുമെന്നൊരു ഐഡിയ റോമൻകാർക്ക് പറഞ്ഞു കൊടുക്കുവാണ്. എംപറർ ക്ലോഡിയസ് 43-ാം ADയിൽ ഈ ബ്രിട്ടനെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറയുന്ന കെൽറ്റിക് ട്രൈബ് താമസിക്കുന്ന ഈ ബ്രിട്ടോൺസിനെ എന്ത് ചെയ്യുന്നുണ്ട്, പിടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ അങ്ങോട്ട് പോയിട്ട് ഇവരെന്താണ് സാധാരണ ഒരു ഫാർമേഴ്സ് മാത്രമായിരുന്നല്ലോ. അവിടെ റോഡ് കൊണ്ടുവന്നു, ടൗൺ എന്ന് പറയുന്ന ഒരു സങ്കല്പം കൊണ്ടുവന്നു, ബാത്സ് എന്ന് പറയുന്നത് നമ്മൾ കുളക്കടവ് പോലത്തെ ഒരുപാട് പരിപാടികളുണ്ടല്ലോ, അതെല്ലാം അങ്ങോട്ട് കൊണ്ടുവന്നു. റോമൻ ലോയും അവർക്ക് പറഞ്ഞു കൊടുത്തു. റോമൻ ബ്രിട്ടൻ ബിക്കേം എ പാർട്ട് ഓഫ് ദി റോമൻ എംപയർ. അതോടുകൂടി ഈ ഒരു റോമൻ ബ്രിട്ടൻ എന്ന് പറയുന്നത് റോമൻ എംപയറിൻ്റെ ഭാഗമായി മാറി. ദേ ബിൽഡ് ദി ഹാഡ്രിയൻസ് വാൾ ഇൻ ദ നോർത്ത് ടു കീപ്പ് ഔട്ട് സ്കോട്ടിഷ് ട്രൈബ്സ്. സോ ഇവർ മാത്രമല്ലല്ലോ, സ്കോട്ടിഷ് ട്രൈബുകാരും എങ്ങനെയെങ്കിലും വന്ന് ഇവരെ പിടിച്ചെടുക്കാം നോക്കിയപ്പോൾ നല്ല സ്ഥലമുണ്ട്, ആൾക്കാരുണ്ട്, പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അവരവിടെ എത്തിപ്പെടാതിരിക്കാൻ ഇവരൊരു വാളൊക്കെ നിർമ്മിക്കുന്നുണ്ട്. ഹാഡ്രിയാൻസ് വാൾ എന്നാണ്, ഒരു വൻമതിലൊക്കെ നിർമ്മിക്കുന്നുണ്ട്. അങ്ങനെ ഓവർ ടൈം Roman influence spread, Latin became common, cities like Londinium grew and Christianity began to spread. So Roman influenceൻ്റെ ഒരു ഭാഗമായിട്ട് അവിടെ റോമക്കാരുടെ ഭാഷയായിട്ടുള്ള ലാറ്റിനാണ് സ്പ്രെഡായി തുടങ്ങിയത്. അതിന് മുന്നേ കെൽറ്റിക് ഭാഷയാണ് അവിടെ കെൽറ്റ്സ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എന്ത് വരാൻ തുടങ്ങി, ലാറ്റിൻ ഭാഷ വരാൻ തുടങ്ങി. ഇവർ സിറ്റി ടൗൺ കൊണ്ടുവന്നു എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഇവർ ഫേമസ് ആക്കി മൗൾഡ് ചെയ്തെടുത്ത ഒരു സിറ്റിയാണ് ലൊണ്ടീനിയം. നമ്മളിപ്പോൾ അത് ലണ്ടൻ എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. അങ്ങനെ ലൊണ്ടീനിയം എന്ന് പറഞ്ഞിട്ടൊരു ടൗണിനെ അവർ ക്രിയേറ്റ് ചെയ്തു. ക്രിസ്ത്യാനിറ്റി ഈ ഒരു പോയിന്റിലാണ് സ്പ്രെഡ് ആവുന്നത്. അതിന് മുന്നേ അവരുടെ പാഗനിസം ആണെന്ന് പറയുന്നു. അവർക്കൊരു ഏകദൈവ സങ്കല്പമൊന്നും ഇല്ലായിരുന്നു. ക്രിസ്ത്യാനിറ്റി ഈ ഒരു ടൈമിലാണ് അവിടെ സ്പ്രെഡ് ആവുന്നത്. അറൌണ്ട് 410 AD, the Romans left Britain due to troubles in Rome and attacks back in Europe. Romans ruled Britain from 55 BC to 410 AD, about 400 years. So 410 AD ആയപ്പോഴത്തേക്കും റോമക്കാർക്ക് ബ്രിട്ടനെ വിട്ടിട്ട് പോകേണ്ടി വന്നു. കാരണം റോമിൽ അവർക്ക് കുറച്ച് അറ്റാക്സ് ഒക്കെ നേരിടേണ്ടി വന്നു. സോ ആ ഒരു പോയിന്റിൽ അവരുടെ മാതൃരാജ്യമാണ് വലുതെന്നുള്ളൊരു സങ്കല്പത്തിൽ അവരിവിടെ വിട്ടു പോകുവാണ്. പക്ഷെ 400 വർഷം ഈ ഒരു റോമൻ ബ്രിട്ടൻ എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്രിട്ടൻ എന്ന് പറയുന്ന ആ ഒരു കൺട്രി ഇവർ ഭരിച്ചിരുന്നു. So they had a big influence on British culture and language. They helped the tribes settle into organized communities. Romans introduced Latin as the language of learning and religion. Religious books like the Bible were written in Latin. So അപ്പോഴും റോമക്കാർ ഈ ഒരു 400 വർഷത്തിൻ്റെ ഇടയിൽ ഒരുപാട് ഇൻഫ്ലുവൻസ് ഈ ഒരു ബ്രിട്ടന് കൊടുത്തിട്ടുണ്ട്. കൾച്ചറലി ആവട്ടെ, ലാംഗ്വേജ് പരമായിട്ടും, പിന്നെ ട്രൈബായിട്ട് പല രീതിയിൽ ഫാർമിംഗ് ഒക്കെ ചെയ്ത് നടന്ന ആൾക്കാരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആക്കി മാറ്റിയത് ഈ റോമക്കാരായിരുന്നു. അവർ ലാറ്റിൻ എന്ന് പറയുന്ന ഭാഷ കൊണ്ടുവന്ന് അതിലും ഒരുപാട് ലേണിങ്ങിൽ അവരുടെ റിലീജിയൻ ആലോചിച്ച് നോക്കണം. പൈഗൺസ് ആയിട്ടിരുന്ന ആൾക്കാരെല്ലാം അവർ ക്രിസ്ത്യൻസ് ആക്കി മാറ്റി. ഓൾസോ ബൈബിളിനെ തന്നെ ലാറ്റിനിൽ എഴുതി ഉണ്ടാക്കി അവരിലേക്ക് അത് എത്തിച്ചു.
ലാറ്റിൻ ലിറ്ററേച്ചർ ഹെൽപ്പ് ടു ഗിവ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ ഇറ്റ്സ് ഐഡൻറ്റിറ്റി. സോ നമ്മൾ ഇന്ന് ഈ കാണുന്ന ബ്രിട്ടീഷ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് എഴുത്തുകൾക്കെല്ലാം അടിസ്ഥാനമായി മാറിയത് ലാറ്റിൻ ലിറ്ററേച്ചർ ആയിരുന്നു. റോമക്കാർ അവിടെ കൊണ്ട് കൊടുത്ത ഒരു ലാറ്റിൻ പഠനവും ലാറ്റിൻ ലിറ്ററേച്ചറും ആയിരുന്നു. സോ ഇനി അടുത്താണ് റോമൻ ഇൻവേഷൻ കഴിഞ്ഞ് വരുന്നതാണ് ആംഗ്ലോ സാക്സൺ കോൺക്വസ്റ്റ്. 400 വർഷം മര്യാദയ്ക്ക് ജീവിച്ചിരുന്ന ഈ ഒരു ബ്രിട്ടൻകാർ ആദ്യം റോമൻകാർ ഭരിച്ചു, അത് കഴിഞ്ഞ് പോകുന്നതാണ് ആംഗ്ലോ സാക്സൺസ്. ഇനി അവരാരാന്ന് നോക്കാം. After the Romans left, Britain became weak and open to invasion. Anglo-Saxons came from what is now Germany, Denmark and the Netherlands, tribes like the Angles, Saxons and Jutes. സോ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ റോമൻകാർ പോയല്ലോ, അപ്പോൾ ബ്രിട്ടൻസിന് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. 400 വർഷം ഇവരെ ഒരു ടീം ഭരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. സോ ഇനി ഒറ്റയ്ക്ക് ഒരു കിങ്ഡം ആയിട്ടൊന്നും ജീവിക്കാനുള്ള ഒരു കരുത്ത് ഈ ബ്രിട്ടൻസ് എന്ത് ചെയ്തിട്ടില്ല, ആർജിച്ചിട്ടില്ല. സോ ദേ വെർ ഓപ്പൺ ഓർ ദേ വെർ വീക്ക്. ഇനി ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് അവരെ എന്ത് ചെയ്യാൻ പറ്റും, കീഴടക്കാൻ പറ്റും. അങ്ങനെയാണ് ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് അവിടെ എത്തുന്നത്. സോ ഇത് ഒറ്റയ്ക്കുള്ളൊരു ഗ്രൂപ്പല്ല. ഇന്ന് നമ്മൾ കാണുന്ന ജർമ്മനി, ഡെൻമാർക്ക്, നെതർലാൻഡ്, ഈ 3 ടീമും ചേർന്നതാണ് ആംഗ്ലോ സാക്സൺസിൻ്റെ ഗ്രൂപ്പ്. ഇനി ജർമ്മനിയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരുന്നു ആംഗിൾസ്, ഡെൻമാർക്കിൽ നിന്ന് വരുന്നവർ സാക്സൺസ് ആൻഡ് നെതർലാൻഡിൽ നിന്ന് എത്തിയവരെ ജൂട്ട്സ്. അന്നത്തെ കാലത്ത് ഈ 3 ട്രൈബൽ ഗ്രൂപ്പായിട്ടാണ് നമ്മുടെ ഈ ജർമ്മനി, ഡെൻമാർക്ക്, നെതർലാൻഡ്സിനെ കണ്ടിട്ടുള്ളത്. ക്ലിയർ ആണോ? അപ്പോൾ ആംഗ്ലോ സാക്സൺസ് എന്ന് പറയുന്നത് ജർമ്മനി, ഡെൻമാർക്ക്, നെതർലാൻഡ്സിൽ നിന്നും എത്തിയ ആൾക്കാരാണ് ആംഗ്ലോ സാക്സൺസ്. അതൊരു ഗ്രൂപ്പാണ്. അത് എങ്ങനെയാണ് ഗ്രൂപ്പായെന്ന് ഇപ്പോൾ പഠിക്കാം. They were warriors and farmers and gradually took over the land from native Britons. സോ ഇനി അവിടെ ബാക്കി ഉണ്ടായിരുന്ന നേറ്റീവ് ബ്രിട്ടോൺസിൻ്റെ കയ്യിൽ നിന്ന് ഈ ഒരു ഗ്രൂപ്പ്, ഇവരാരൊക്കെയായിരുന്നു? വാരിയേഴ്സും ആയിരുന്നു, ഫാർമേഴ്സും ആയിരുന്നു. The Anglo-Saxons pushed many Britons west into Wales and Cornwall. സോ ഇനി ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടു. ഒന്നുമില്ലെങ്കിലും റോമൻസ് ഇൻവേഷനൊക്കെ നടത്തിയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാക്കി വെച്ചേക്കുവാണ്. സോ ഇവർ ആദ്യം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ അവിടെ നിന്നും പുഷ് ചെയ്തു. നിങ്ങൾ ഇനി ഇവിടെ താമസിക്കണം, ഇവിടെ താമസിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഉപദ്രവിക്കും എന്നുള്ളൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവരെ വെസ്റ്റിലോട്ട് പുഷ് ചെയ്ത് മാറ്റി. ഒറിജിനൽ അവിടുത്തെ ബ്രിട്ടൻകാരെ നിങ്ങൾ ഇനി ഇവിടെ താമസിക്കേണ്ട, വെസ്റ്റിൽ എങ്ങാനും പോയി താമസിച്ചു എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി. അങ്ങനെ വെയിൽസ്, കോൺവാൽ എന്ന് പറയുന്ന 2 സ്ഥലത്തേക്ക് പോയി അവരവിടെ താമസമായി. ദേ ഫോംഡ് സെപ്പറേറ്റ് കിങ്ഡംസ് സച്ച് എസ് വെസെക്സ്, മേഴ്സിയ ആൻഡ് നോർത്തംബ്രിയ. സോ അങ്ങനെ ഇവിടെ താമസിച്ചിരുന്ന ബ്രിട്ടൻ്റെ നടുക്കൊക്കെ താമസിച്ചിരുന്ന ആൾക്കാർ വെസ്റ്റിലോട്ട് പോയിട്ട് ഈ ഒരു കൂട്ടം നേറ്റീവ് ബ്രിട്ടൻസ് അവിടെ പോയി 3 സെപ്പറേറ്റ് കിങ്ഡംസ് ഉണ്ടാക്കി. വെസെക്സ് കിങ്ഡം, മേഴ്സിയ ആൻഡ് നോർത്തംബ്രിയ. ഇങ്ങനെ 3 കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളായിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. ഓക്കെ, ഇത് ഫോളോ ചെയ്ത് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സോ നിങ്ങളൊന്ന് പേര് നോട്ട് ചെയ്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ നേരത്തെ മര്യാദയ്ക്ക് ബ്രിട്ടനിൽ താമസിച്ചിരുന്നവർ റോമക്കാർ വന്നപ്പോൾ റോമൻ ബ്രിട്ടനായി. ഇപ്പോൾ ആംഗ്ലോ സാക്സൺസ് വന്ന് അവരെ ഇനി നിങ്ങൾ ഇവിടെ താമസിക്കണം, ദൂരോട്ട് പോകുന്ന പറഞ്ഞാൽ ഓടിച്ച് ബാക്കി ഉണ്ടായിരുന്ന കുറച്ച് ബ്രിട്ടൻസ് അവിടെ പോയിട്ട് 3 കിങ്ഡമായിട്ട് താമസിക്കാൻ തുടങ്ങി. വെസെക്സ്, മേഴ്സിയ, നോർത്തംബ്രിയ. കഥ പോലെ പഠിച്ചു വെച്ച് കഴിഞ്ഞാലേ നമുക്കിത് ഓർത്തെടുക്കാൻ പറ്റത്തുള്ളൂ. Over time, the Anglo-Saxons brought their language, Old English and pagan beliefs, though many later converted to Christianity. സോ അവിടെ എത്തിയപ്പോഴത്തേക്കും ആംഗ്ലോ സാക്സൺസ് അവരുടെ ലാംഗ്വേജ് കൊണ്ടുവന്നു. ആംഗ്ലോ സാക്സൺസിൻ്റെ ലാംഗ്വേജ് ആണ് വാട്ട് വി ടുഡേ കൺസിഡർ ആസ് ഓൾഡ് ഇംഗ്ലീഷ്. നമ്മൾ ഇന്ന് ഓൾഡ് ഇംഗ്ലീഷ് എന്ന് കരുതപ്പെടുന്ന ലാംഗ്വേജ് ഈ ആംഗ്ലോ സാക്സൺസ് ആണ് അവിടെ ബ്രിട്ടനിലേക്ക് കൊണ്ടുവരുന്നത്. അവർ പേഗൺ ബിലീഫും ഉണ്ടായിരുന്നവരായിരുന്നു ഈ ആംഗ്ലോ സാക്സൺസ്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ക്രിസ്ത്യാനിറ്റി ഉണ്ട്, കുറച്ച് പേര് പേഗൺ ബിലീവ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ആംഗ്ലോ സാക്സൺസും പേഗൺസ് ആയിരുന്നു. പക്ഷേ കൂടുതൽ ആൾക്കാരും പിന്നീട് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു വൈഡായിട്ടുള്ളൊരു സ്പ്രെഡ് ഉണ്ടായി. കൂടുതൽ ആൾക്കാരും ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. ജർമാനിക് ട്രൈബ്സ്, ദ ആംഗിൾസ്, സാക്സൺസ് ആൻഡ് ജൂട്ട്സ് കെയിം ഫ്രം പാർട്സ് ഓഫ് ജർമ്മനി ആൻഡ് ഡെൻമാർക്ക്. ഒന്നും കൂടി ഇത് ഓർക്കാൻ വേണ്ടിയിട്ടാണ്. ദേ ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ ലാംഗ്വേജ്, ഓൾഡ് ഇംഗ്ലീഷ്, വിച്ച് വാസ് എ വെസ്റ്റ് ജർമാനിക് ലാംഗ്വേജ്. സോ അത് ഓർത്ത് വയ്ക്കുക. ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിൻ്റെ മദർ ടങ് അല്ലെങ്കിൽ എവിടെ നിന്നുമാണ് ആ ഭാഷ, ഏത് ലാംഗ്വേജ് ഗ്രൂപ്പിലുള്ളതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെസ്റ്റ് ജർമാനിക് ലാംഗ്വേജ് ആയിരുന്നു ഓൾഡ് ഇംഗ്ലീഷ്. ഇതോടുകൂടി നമ്മുടെ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് സ്റ്റാർട്ട് ആവുകയാണ്. സോ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മര്യാദയ്ക്ക് സമാധാനത്തോടും ശാന്തിയോടും കൂടി ബ്രിട്ടൺസ് അവിടെ, ബ്രൈത്തോൺസ് അല്ലെങ്കിൽ ബ്രിട്ടോൺസ് ജീവിക്കുമായിരുന്നു. അവിടെ കെൽറ്റിക് ട്രൈബ് കൂടി വന്ന് അവർ സമാധാനമായിട്ട് ബ്രൈത്തോൺസ് എന്ന പേരിൽ ജീവിക്കുമായിരുന്നു. റോമൻ ഇൻവേഷൻ ഉണ്ടാകുന്നു, അത് കഴിഞ്ഞിട്ട് ആംഗ്ലോ സാക്സൺ ഇൻവേഷൻ ഉണ്ടാകുന്നു. ഇനി ഈ ഒരു ആംഗ്ലോ സാക്സൺ രീതിയിൽ ജീവിക്കുമ്പോഴാണ് ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് അവിടെ സംഭവിക്കുന്നത്. ദിസ് ടൈം ഈസ് കോൾഡ് ദി ആംഗ്ലോ സാക്സൺ പീരീഡ് ഓർ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ്.
സോ ഓൾഡ് ഇംഗ്ലീഷ് പീരീഡിനെ തന്നെയാണ് നമ്മൾ ആംഗ്ലോ സാക്സൺ പീരീഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് കൺസിഡേർഡ് ദി സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ. ഇപ്പോഴാണ് ബ്രിട്ടീഷ് ലിറ്ററേച്ചർ, തനതൊരു ലിറ്ററേച്ചർ, സാഹിത്യം എന്ന് പറയുന്നത് ബ്രിട്ടൻ ഉണ്ടാകുന്ന ഈ ഒരു പോയിന്റിലാണ് സ്റ്റാർട്ട് ആവുന്നത്. ഓർക്കേണ്ട ഒരു കാര്യം, സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അറൌണ്ട് 597 AD സെൻറ്റ് അഗസ്റ്റീൻ അറൈവ്ഡ് ഫ്രം റോം. സോ റോമിൽ നിന്നും സെൻറ്റ് അഗസ്റ്റീൻ അവിടെ എത്തുകയുണ്ടായി. ഹി ബിക്കെയിം ദി ഫസ്റ്റ് ആർച്ച് ബിഷപ്പ് ഓഫ് കാൻറ്റർബറി ആൻഡ് എസ്റ്റാബ്ലിഷ് ദി ഇംഗ്ലീഷ് ചർച്ച്. സോ കാൻറ്റർബറി എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്രിസ്ത്യാനിറ്റിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. അവിടുത്തെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായിരുന്നു സെൻറ്റ് അഗസ്റ്റീൻ. അദ്ദേഹമാണ് ഈ ബ്രിട്ടനിലെത്തിയിട്ട് ക്രിസ്ത്യാനിറ്റി പരത്തുന്നതും ഇവിടെ ചർച്ചൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതും. ക്രിസ്ത്യാനിറ്റി ഹെൽപ്ഡ് ബ്രിങ്ങിങ് എ റൈറ്റിംഗ് ട്രഡീഷൻ ആൻഡ് ലിറ്റററി ഡെവലപ്മെൻറ്റ്. സോ എന്തുകൊണ്ടാണ് ഈ ഒരു സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി ഹെൽപ്ഡ് ഇൻ ദി റൈറ്റിംഗ് ട്രഡീഷൻ. ഇപ്പോൾ ബൈബിൾ അവിടെ എഴുതപ്പെട്ട രീതിയിൽ എഴുതി കാര്യങ്ങൾ പോകുക എന്നൊരു ട്രഡീഷൻ കൊണ്ടുവരുന്നത് ഈ ഒരു സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റിയിലോടുകൂടിയാണ്. ഇനി നമുക്ക് ലിറ്റററി ഗ്രോത്തിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ, വിത്ത് റിലീജിയൻ കെയിം ദ നീഡ് ടു റൈറ്റ് റിലീജിയസ് ടെക്സ്റ്റ് വിച്ച് എൻറിച്ച് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. ആംഗ്ലോ സാക്സൺ ലിറ്ററേച്ചർ ഇൻക്ലൂഡ് ബോത്ത് ഹീറോയിക് പോയിട്രി ആൻഡ് ക്രിസ്ത്യൻ റൈറ്റിംഗ്സ്. സോ ഇനി എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം, റിലീജിയസ് ടെക്സ്റ്റ് എഴുതി വെക്കുക എന്നൊരു ചടങ്ങ് അല്ലെങ്കിൽ ഒരു ട്രഡീഷൻ ഇവർ കൊണ്ടുവന്നു. അതോടുകൂടി ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലറിഷ്ഡ് ആവാൻ തുടങ്ങി. അത് കഴിഞ്ഞ് സംഭവിക്കുന്നുണ്ട് ഒരു വൈക്കിംഗ് ഇൻവേഷൻ. നമ്മളിപ്പോൾ ഓൾറെഡി 2 ഇൻവേഷൻസ് പറഞ്ഞു. അടുത്ത് സംഭവിക്കുന്നതാണ് 790 AD വൈക്കിംഗ് ഇൻവേഷൻ നടക്കുന്നുണ്ട്. വൈക്കിംഗ് സീരീസ് ഒക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ആ പേര് കേട്ട് നല്ല പരിചയം ഉണ്ടായിരിക്കും. ഫ്രം സ്കാൻഡിനേവിയ, നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ, വൈക്കിംഗ് സ്റ്റാർട്ടഡ് അറ്റാക്കിംഗ്. സോ സ്കാൻഡിനേവിയ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും, അതായത് ഇപ്പോഴത്തെ നോർവേ, ഡെൻമാർക്ക്, സ്വീഡൻ എന്നൊക്കെ പറയുന്ന ഈ സ്ഥലങ്ങളിൽ നിന്നും വന്ന ഒരു ട്രൈബ് അല്ലെങ്കിൽ വാരിയർ ഗ്രൂപ്പായിരുന്നു വൈക്കിങ്സ്. അവരും സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അറ്റാക്സ് സ്റ്റാർട്ട് ചെയ്തു. ദേ കെയിം ടു റോബ് വെൽത്ത് ആൻഡ് ട്രേഡ് സെറ്റിൽമെൻറ്റ്സ്. അവരെന്തിനാണ് മോഷ്ടിക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ലൂട്ട് ചെയ്തിട്ട് പോവുക എന്നുള്ളൊരു ലക്ഷ്യത്തിൽ വന്നിട്ട് അവരവിടെ ഒരു സെറ്റിൽമെൻറ്റ്സിനേക്ക് റെയ്ഡ് ചെയ്യാൻ വന്ന ആൾക്കാരാണ്. ദീസ് അറ്റാക്സ് എസ്പെഷ്യലി ബൈ ദ ഡെയിൻസ് വീക്കെൻഡ് ആംഗ്ലോ സാക്സൺ കിങ്ഡം. സോ വൈക്കിങ്സിൻ്റെ ഗ്രൂപ്പ് തന്നെയാണ് ഡെയിൻസ്. ഇവർ വന്ന് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ആംഗ്ലോ സാക്സൺ കിങ്ഡംസിന് അത്രയ്ക്ക് അങ്ങോട്ട് ചേർത്ത് നിൽക്കാൻ പറ്റിയില്ല. ദിസ് കണ്ടിന്യൂഡ് അൺടിൽ ദി നോർമൻ കോൺക്വസ്റ്റ് ഇൻ 1066. സോ നോർമൻ കോൺക്വസ്റ്റ് നമുക്ക് മൊഡ്യൂൾ 2 പഠിക്കാനുള്ളതാണ്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്താണ് നോർമൻ കോൺക്വസ്റ്റ് എന്ന് നോക്കാം. സോ വേറൊരു ഗ്രൂപ്പ് വന്ന് വീണ്ടും ഈ ഒരു ബ്രിട്ടനെ പിടിച്ചെടുക്കുവാണ്. അതിനു മുന്നേ വൈക്കിങ്ങിൻ്റെ ഒരു ഇൻവേഷനും നടന്നിട്ടുണ്ട്. സോ ഇപ്പോൾ ഈ പറഞ്ഞതിനകത്ത് തന്നെ ബ്രിട്ടൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ തുടക്കകാലം വളരെ റഫായിരുന്നു. ആൾക്കാർ വരുന്നു, അവരെ ഇൻവേഡ് ചെയ്യുന്നു, അവരുടേതാക്കുന്നു. ഇവരുടെ ഒരു തനത് അല്ലെങ്കിൽ നേറ്റീവ് സംസ്കാരത്തിനെ തന്നെ ടച്ചുകൊണ്ടാണ് ആൾക്കാരെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ ഒറിജിനൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഓൾഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് വരുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് ഡെവലപ്ഡ് ഫ്രം ദി ഒറിജിനൽ ലാംഗ്വേജസ് ഓഫ് ദി ബ്രിട്ടൻസ് ആൻഡ് ജർമാനിക് ട്രൈബ്. സോ ആദ്യം ഇവിടെ ബ്രിട്ടൻസ് ഉണ്ടായിരുന്നു, അവർ സംസാരിച്ചിരുന്ന ഭാഷ. അതിനോടൊപ്പം ജർമാനിക് ട്രൈബ്സ്, ആംഗ്ലോ സാക്സൺസ് വന്നിട്ട് അവർ കൊടുത്തതാണ് ഈ ഒരു നമ്മൾ ഇന്ന് ഈ കാണുന്ന ഇംഗ്ലീഷ് ഭാഷയുടെ ഓൾഡ് ഇംഗ്ലീഷ് രൂപം. ജർമ്മൻ ട്രൈബ്സ് വന്ന് റോമൻ ലാംഗ്വേജിനെയൊക്കെ റീപ്ലേസ് ചെയ്തു, അവരുടെ ലാംഗ്വേജ് കൊണ്ടുവന്നു. 4 ഡയലക്ട്സ് ആണ് പിന്നീട് ഓൾഡ് ഇംഗ്ലീഷ് ഉണ്ടാകുന്നത്. ഡയലക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെക്യുലിയർ ഫോം ഓഫ് എ ലാംഗ്വേജ് യൂസ്ഡ് ബൈ പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. ഒരു സ്മോൾ ഗ്രൂപ്പ് ആൾക്കാർ എങ്ങനെയാണ് ഒരു ഭാഷ സംസാരിക്കുന്നത്, ആ ഭാഷയുടെ ഏത് ഫോമാണ് അവർ ഉപയോഗിക്കുന്നത്, അതാണ് ഡയലക്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ 4 രീതിയിലാണ്, 4 ഭാഷ പോലെയാണ്, ഒരേ ഭാഷേൻ്റെ 4 വേർഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമ്മൾ സ്ലാങ് എന്നൊക്കെ പറയത്തില്ലേ, തിരുവനന്തപുരത്തുകാർക്കൊരു സ്ലാങ് ഉണ്ട്, തൃശ്ശൂറുകാർക്കൊരു സ്ലാങ് ഉണ്ട്. അപ്പം അങ്ങനെ ഒരാളുടെ വർത്തമാനത്തിൽ നിന്നും നമുക്ക് അവരുടെ ഒരു റീജിയൻ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരുടെ ഡയലക്റ്റും കൂടി വെച്ചിട്ടാണ്. അങ്ങനെ നോർത്തംബ്രിയൻ, മേർഷ്യൻ, കെൻഡിഷ്, വെസ്റ്റ് സാക്സൺ 4 ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വയ്ക്കണം. ഇതിൽ വെസ്റ്റ് സാക്സൺ പിന്നീട് സ്റ്റാൻഡേർഡ് ഫോമായിട്ട് മാറി. നമ്മളിന്ന് ഈ കാണുന്ന ഇംഗ്ലീഷ് പോലെ ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വേർഷൻ വെസ്റ്റ് സാക്സൺ ആ ഒരു സ്റ്റാൻഡേർഡ് വേർഷനായിട്ട് മാറി. അതിൻ്റെ കാരണം കിങ് ആൽഫ്രഡും വെസ്സെക്സിൻ്റെ കിങ്ഡവുമായിരുന്നു. വെസ്സെക്സ് എന്നുള്ള പേര് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഒരു വെസ്റ്റിലോട്ട് ആൾക്കാരെ മാറ്റിയപ്പോഴത്തേക്കും ബ്രിട്ടൺസ് അവിടെ പോയി ഒരു ഗ്രൂപ്പായല്ലോ. അപ്പോൾ അവരുടെ അടുത്തു നിന്നൊക്കെ ഉണ്ടായി വന്നൊരു ഭാഷയാണ്. കിങ് ആൽഫ്രഡിന് അതിൽ ഒരുപാട് ബന്ധമുണ്ട്. അൺടിൽ റെനൈസൻസ് ഇംഗ്ലീഷ് എക്സിസ്റ്റഡ് ഓൺലി ഇൻ ഡിഫറെൻറ്റ് ഡയലക്ട്സ്. ഒരു കൾച്ചറൽ റിവൈവലൊക്കെ വരുന്ന ഒരു ടൈം വരെയും ഇംഗ്ലീഷ് ഈ ഒരു ഡിഫറെൻറ്റ് ഡയലക്ട്സിലാണ് നിലനിന്നിരുന്നത്. ഇറ്റ് വാസ് സ്റ്റാൻഡർഡൈസ്ഡ് ഡ്യൂറിങ് ദി ടൈം ഓഫ് ചോസർ ബേസ്ഡ് ഓൺ ദി ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്ട്.
പിന്നീട് പിൽക്കാലത്ത് ചോസർ എന്ന് പറയുന്ന ഒരു അതിഗംഭീര ഒരു ഓതർ വരുന്നുണ്ട്. അദ്ദേഹമാണ് ഈസ്റ്റ് മിഡ്ലാൻഡ് ഡയലക്റ്റ് എന്ന് പറഞ്ഞൊരു ഡയലക്റ്റ് കൊണ്ടുവന്ന് ഭാഷേനെ ഒന്ന് സ്റ്റാൻഡേർഡൈസ് ചെയ്തെടുത്തത്. ഓൾഡ് ഇംഗ്ലീഷ് വാസ് ഹോമോജീനസ് ആൻഡ് ഹാഡ് കോംപ്ലക്സ് ഗ്രാമർ. സോ ഓൾഡ് ഇംഗ്ലീഷ് പണ്ട് കാലത്ത് ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഗ്രാമറുള്ള ഇതിൻ്റെ ഒന്നും റൂൾ എവിടെയും എഴുതി വെച്ചിട്ടില്ല. നമുക്കിപ്പോഴാണെങ്കിൽ ഭാഷയ്ക്കൊരു റൂളുണ്ട്, സ്ട്രക്ചറുണ്ട്, സംസാരിക്കേണ്ട രീതിയുണ്ട്. പക്ഷെ നേരത്തെ അതൊന്നും ഇല്ലായിരുന്നു. ഇനി കൾച്ചറൽ ഇൻഫ്ലുവൻസിനെ പറ്റി പറയുവാണെങ്കിൽ ഇൻവേഷൻ ആൻഡ് കൾച്ചറൽ ഇൻഫ്ലുവൻസ് കൾച്ചേഴ്സ് ഇൻഫ്ലുവൻസ് ദി ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മൾ 3-4 ഇൻവേഷൻസ് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ ഭാഷേനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഓറൽ ലിറ്ററേച്ചർ ആയിരുന്നു പോപ്പുലർ. ബിബ്ലിക്കൽ സ്റ്റോറീസും ക്രിസ്ത്യൻ വാല്യൂസും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. മോസ്റ്റ് റിട്ടൺ വർക്ക്സ് വെർ പോയട്രി ആൻഡ് ഇറ്റ് കെയിം ബിഫോർ പ്രോസ്. സോ ആദ്യം എന്താണ് ഉണ്ടായിരുന്നത്? പോയട്രിയാണ്. പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എസ്സേ എന്ന് പറയത്തില്ല, അതാണ് പ്രോസിൽ വരുന്നത്. പോയട്രി അഥവാ വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവ്യാത്മകമായിട്ടുള്ള എഴുത്താണ്, കാവ്യങ്ങളാണ്, കവിതകളാണ്. നോർത്തേൺ ബ്രിട്ടൻ സോ മോർ പോയട്രി വൈൽ സദേൺ ബ്രിട്ടൻ ഹാഡ് മോർ പ്രോസ്. സോ ബ്രിട്ടൻ്റെ നോർത്ത് ഭാഗത്ത് കൂടുതലും കവിതകൾ, പോയിട്രിയാണ് കണ്ടിരുന്നതെങ്കിൽ സൗത്ത് ഭാഗത്ത് പ്രോസ് ആയിരുന്നു കൂടുതൽ കാണാൻ പറ്റിയത്. ദി ലിറ്ററേച്ചർ ഓഫ് ദിസ് പീരീഡ് ഹെൽപ്സ് us അണ്ടർസ്റ്റാൻഡ് ദി കൾച്ചർ ആൻഡ് വാല്യൂസ് ഓഫ് ദോസ് ടൈംസ്. സോ ഈ സമയത്തെ എഴുത്തുകളാണ് നമ്മുടെ ഒരു കൾച്ചറിനെയും വാല്യൂവിനെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാൻ കൂടുതൽ സഹായിച്ചത്. അപ്പോൾ ഇത്രയും സമയം നമ്മൾ നോക്കിയത് യൂണിറ്റ് 1 ആണ്. കാര്യങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയുമാണ്. കുറച്ച് ഡ്രൈ ആണ്. പക്ഷെ ഒന്ന് നമ്മൾ കഥ പോലെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിട്ട് ഓർക്കാനും പറ്റും, നല്ലവണ്ണം സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, താങ്ക് യു.